ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. മുട്ട കൊണ്ട് വളരെ എളുപ്പം തന്നെ നമുക്ക് ഒരു റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതിയാവും. ഇതിൻ്റെ കൂടെ നമുക്കൊരു അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടായാൽ അത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം മുട്ടച്ചോറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. റൈസ് തയ്യാറാക്കുന്നതിനായിട്ട് 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 4 മുട്ടയിലേക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ടയിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഞാനിതാ പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മതിയാവും. മുട്ടയൊക്കെ ഒന്നായി വന്നപ്പോൾ ഞാൻ ആ ചീനച്ചട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 സവാള ചെറുതായി നുറുക്കിയിട്ടാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നമ്മൾ അത്യാവശ്യം കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളിതാ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് 2 തക്കാളിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്ത് വെക്കണം. അപ്പം ഞാനിതാ മിക്സിയുടെ ജാറിലോട്ട് 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇത് അവിടെ നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണോളം മുളക് പൊടി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ 2-3 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാനിതാ തക്കാളി അരച്ച പേസ്റ്റും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വരെ നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ആ തക്കാളിയുടെ ആ പച്ച മണം അതൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇത് അവിടെ നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഇത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മട്ട അരിയുടെ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏതാണോ ചോറുള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണി റൈസ് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ പൊന്നി റൈസ് ആയാലും മതിയാവും. ഏത് ചോറ് കൊണ്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കി അതിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചോറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഈസി മുട്ടച്ചോറ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്